ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മോട്ടിവേറ്റർ ആയിട്ട് ഞാൻ കരുതുന്നില്ല എന്നെ കുറിച്ച്. ഞാനെന്താ വെച്ചാൽ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ എക്സ്പീരിയൻസസ് ഉണ്ടായിരുന്നു, എൻ്റെതായിട്ടുള്ള കുറെ ചാലഞ്ചസ്, എൻ്റെതായിട്ടുള്ള തന്നെ കുറെ അച്ചീവ്മെന്റ്സ്, അക്കോംപ്ലിഷ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടായിരുന്ന ചാലഞ്ചസിനെ കുറെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളൂ. ഐ എം ജസ്റ്റ് ഓർഡിനറി ഹ്യൂമൻ ബീയിങ്. പക്ഷെ എന്നാലും എനിക്ക് ഈ ഉള്ളൊരു എളിയ സമയത്തിൽ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാൻ ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ കൂടുതൽ അതിലേക്കും വരുന്നില്ല. എന്തായാലും ഞാൻ ജനിച്ച മുതലായിരുന്ന സമയത്ത് തന്നെ എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ചൊരു സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. നമുക്ക് കുറെ ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട് ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ജനിക്കുന്ന സമയത്ത് കൺസേൺസ്, നമ്മുടെ പാരന്റ്സിന് കുറെ കൺസേൺസ് ഉണ്ടായിരുന്നു, ഫാമിലിക്ക് ചാലഞ്ചസ് ഉണ്ടായിരുന്നു, ദ സ്റ്റിഗ്മറ്റൈസ്ഡ് എൻവയൺമെന്റ്, അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു. പക്ഷെ ഇവൻച്വലി എനിക്ക് പേഴ്സണലി എന്താ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് ഉണ്ടായിരുന്ന സ്റ്റിഗ്മറ്റൈസ്ഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസസിനൊക്കെ ഞാൻ യൂഷ്വലി അതൊരു ഡ്രൈവിംഗ് ഫോഴ്സ് ആയിട്ട് അതിനെ, ആ ഹേറ്റ്രെഡിനെ അല്ലെങ്കിൽ ദാറ്റ് നെഗറ്റീവ് എനർജിനെ ഐ ട്രാൻസ്ഫോംഡ് ഇറ്റ് എന്തിനെ ഒരു പോസിറ്റീവ് എനർജി ആക്കിയിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസിനെ അക്നോളജ് ചെയ്തിട്ട് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങളെ ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു യാത്ര തുടങ്ങുകയാണ് ഞാൻ ചെയ്തത്. ഇപ്പൊ എനിക്ക് എന്താ പറയാ, ഞാനൊരു സിംഗറാണ്, പിന്നെ ഒരു പിയാനിസ്റ്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് അത്യാവശ്യം ലൈക്ക് ഒരു 12-13 ലാംഗ്വേജസ് ഒക്കെ അങ്ങനെ സംസാരിക്കാനൊക്കെ സാധിക്കും. ഞാൻ അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ നമ്മുടെ ഈ ലാംഗ്വേജസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറെ റിസോഴ്സസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, ഞാൻ ഡുവലിംഗോ അതുപോലെ തന്നെ അങ്ങനെ കുറെ ലാംഗ്വേജസുകളൊക്കെ ഞാൻ അങ്ങനെ റിസോഴ്സസ് യൂസ് ചെയ്തു. നമ്മുടെ ഇപ്പോൾ ടെക്നോളജിക്കൽ ഏജിൽ അബണ്ടന്റ് ആയിട്ട് കുറെ റിസോഴ്സസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഞാനത് ഈ ലാംഗ്വേജസിനൊക്കെ ഞാൻ പഠിക്കാൻ നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് ചാറ്റ് ഫോറംസ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ വാട്സാപ്പിലാവട്ടെ എവിടെയാവുന്ന സമയത്ത് നമുക്ക് ദർ ഇസ് ദിസ് ഇന്റർനാഷണൽ ആയിട്ട് ബ്ലൈൻഡ് കമ്മ്യൂണിറ്റി ദാറ്റ് എക്സിസ്റ്റ്സ്. അപ്പൊ അവരുടെ കയ്യിൽ തന്നെ എനിക്ക് കുറെ ലാംഗ്വേജസ് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ തന്നെ കുറെ ഡിഫറെന്റ് കൾച്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അവരായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ട് ഐ ജസ്റ്റ് എക്സ്പ്രസ് മൈ സെൽഫ് ബിറ്റ് മോർ, അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ ഓരോ പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ കുറച്ച് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ എൻ്റെ അതേ ഏജിലുള്ള കുറച്ച് ആൾക്കാർ എനിക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് അവരോട് പറയണത് എന്താ വെച്ചാൽ, ഐ നോ ദാറ്റ് നിങ്ങൾക്ക് കുറെ ഡ്രീംസ് ആൻഡ് ആസ്പിറേഷൻസ് ഉണ്ട്. ആൻഡ് ഞാൻ കുറച്ച് ആൾക്കാർ ഇവിടെയുള്ള കുറച്ച് ആൾക്കാരോട് സംസാരിച്ച സമയത്ത് അവരുടെ ആസ്പിറേഷൻസ് ഒക്കെ എന്നോട് ജസ്റ്റ് ഷെയർ ചെയ്തു. അപ്പൊ എനിക്ക് പറയേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് കീപ് ഓൺ ഡ്രീമിങ് ആൻഡ് ഡോണ്ട് ഗിവ് അപ്പ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരോടും എനിക്ക് പറയുന്നത് തവക്കൽതു അലല്ലാഹ്, ബിക്കോസ് Allah has something planned for us and may Allah bless us all. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ കുറെ എനിക്ക് ഷെയർ ചെയ്യണമെന്നുണ്ട്, പക്ഷേ ശരി കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കുകൾ പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ സൗത്ത് സോൺ കോമ്പറ്റീഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയിലെ ഓരോ യൂണിവേഴ്സിറ്റീസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈക്ക് ഓരോ കോമ്പറ്റീഷൻസ് ഉണ്ട്. അതിൽ കേരള യൂണിവേഴ്സിറ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കുറച്ച് കോമ്പറ്റീഷൻസിൽ ഞാൻ ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിന്റെ പ്രാക്ടീസും ഒക്കെ ആയതുകൊണ്ട് ഞാൻ കുറച്ച് എക്സോസ്റ്റഡ് ആണ്. അപ്പൊ എന്തായാലും പക്ഷെ അതുകൊണ്ട് തന്നെ പിന്നെ കുറച്ച് തിരക്കുകൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് സംസാരം ജസ്റ്റ് ഒന്ന് നിർത്തേണ്ടി വരും ഈ സമയത്ത്. ആൻഡ് ഐ വുഡ് റിയലി ലൈക്ക് ടു അപ്പോളജൈസ് ഫോർ ദാറ്റ്. പക്ഷെ ഈ ഒരു അവസരം എനിക്ക് കിട്ടിയതിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ആൻഡ് once again may Allah നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. പിന്നെ അതുപോലെ തന്നെ സബാ സൊസൈറ്റി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും I definitely admire that and I wish to be a part of this.